നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. രാജ്യത്തെ അമ്മമാരെയും സഹോദരിമാരെയും പുത്രിമാരെയും സംബന്ധിക്കുന്ന അതീവ ഗുരുതരമായ വിഷയത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. നമുക്കറിയാം, വനിതാ സംവരണ ബില്ല് പാസ്സാക്കപ്പെട്ടില്ല, അത് നിർദ്ദയം തള്ളിപ്പോയി. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാജ്യത്തോട് സംസാരിച്ചത്. സ്ത്രീകളുടെ പുരോഗതി തടസ്സപ്പെട്ടതിൽ അഗാധമായ ദുഃഖമുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ പരമാവധി ശ്രമങ്ങളും ആത്മാർത്ഥമായ പരിശ്രമവും ഉണ്ടായിട്ടും നാരീശക്തി ബന്ധ നിയമ ഭേദഗതി പാസ്സാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ഇത് സ്ത്രീ സമൂഹത്തിന്റെ ന്യായമായ സ്വപ്നങ്ങളെ തകർക്കുന്നതാണെന്നും പ്രധാനമന്ത്രിയുടെ വിമർശനം. ഈ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ രാജ്യത്തെ എല്ലാ അമ്മമാരോടും സഹോദരിമാരോടും അഗാധമായി മാപ്പ് ചോദിക്കുന്നുവെന്നും മോദി പറഞ്ഞു. രാജ്യ താൽപര്യത്തിനാണ് ഏറ്റവും വലിയ മുൻഗണന നൽകുന്നതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ക്ഷേമത്തെക്കാൾ പാർട്ടിയുടെ നേട്ടങ്ങൾക്ക് മുൻഗണന നൽകുന്ന ചില രാഷ്ട്രീയ വിഭാഗങ്ങളെ രൂക്ഷമായി വിമർശിച്ചു. രാജ്യത്തുടനീളം പ്രകടമായ വലിയ നിരാശയെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ബില്ലിന്റെ പരാജയം സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് നേരിട്ട പ്രഹരമാണെന്നും വനിതാ വോട്ടർമാർ ഈ അപമാനം എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ മറ്റെല്ലാം മറന്നേക്കാം, എന്നാൽ അഭിമാനത്തിനേറ്റ പ്രഹരം അവർ ഒരിക്കലും മറക്കില്ല. ഇന്ത്യയിലെ സ്ത്രീകൾ ദുഷ്ടലാക്കോടെയുള്ള ഇത്തരം നീക്കങ്ങളെക്കുറിച്ച് തികഞ്ഞ ബോധവതികളാണ്. ഭാവിയിൽ ഈ രാഷ്ട്രീയക്കാരെ അവർ കടുത്ത രീതിയിൽ വിചാരണ ചെയ്യും. നാരീശക്തി ബന്ധ നിയമ ഭേദഗതിയുടെ പരിവർത്തന കാഴ്ചപ്പാടിനെ കുറിച്ച് വിശദീകരിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ പകുതിയോളം വരുന്ന ജനവിഭാഗത്തിന് കാലങ്ങളായി നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നൽകുന്നതിനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത മഹത്തായ ശ്രമമായിരുന്നു ഈ നിയമനിർമ്മാണം എന്ന് വ്യക്തമാക്കി. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളോ വലിപ്പമോ പരിഗണിക്കാതെ എല്ലാ സംസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ ശക്തി ഒരുപോലെ വർദ്ധിപ്പിക്കുന്നതിനും വ്യവസ്ഥാപിതമായ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഈ ബിൽ ലക്ഷ്യമിട്ടിരുന്നതായി പറഞ്ഞു. ഇന്ത്യയുടെ വികസന യാത്രയിൽ സ്ത്രീകളെ തുല്യ സഹയാത്രികരാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമായിരുന്നു ഈ ഭേദഗതിയെന്നും മോദി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ പൗരന്മാർ രാഷ്ട്രീയത്തിലെ ഈ നെറികെട്ട രീതിയെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അതിനു പിന്നിലെ താല്പര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ഉപയോഗിക്കുന്ന രാഷ്ട്രീയത്തിലെ നെറികെട്ട രീതി രാജ്യം ഇപ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കി. സ്വന്തം കുടുംബത്തിന് പുറത്തു നിന്ന് ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകൾ ഉയർന്നു വരുന്നത് പ്രാദേശിക നേതൃത്വത്തിന് ഭീഷണിയാകുമെന്ന് കുടുംബാധിപത്യ പാർട്ടികൾ ഭയപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രിയുടെ വിമർശനം. നിലവിൽ പഞ്ചായത്തുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ആയിരക്കണക്കിന് കഴിവുറ്റ സ്ത്രീകൾ കുടുംബാധിപത്യ രാഷ്ട്രീയക്കാരുടെ ആഴത്തിലുള്ള അരക്ഷിതാവസ്ഥയ്ക്ക് നേരിട്ടുള്ള വെല്ലുവിളിയാണെന്നും മോദിയുടെ കുറ്റപ്പെടുത്തൽ. മണ്ഡല പുനർനിർണയത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രചാരണങ്ങളെയും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഒരു സംസ്ഥാനത്തിനും പ്രാതിനിധ്യം നഷ്ടമാകില്ലെന്നും എല്ലാ സംസ്ഥാനങ്ങളുടെയും സീറ്റുകൾ തുല്യവും നീതിയുക്തവുമായ അനുപാതത്തിൽ വർദ്ധിക്കുമെന്നും സർക്കാർ കൃത്യമായി ഉറപ്പാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രാദേശിക വികസനത്തിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ഭേദഗതി തമിഴ്നാട്, ബംഗാൾ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പാർലമെന്റ് സീറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജൻധൻ, ആധാർ, മൊബൈൽ ത്രയം, ഡിജിറ്റൽ പണമിടപാട്, GST, മുത്തലാഖിനെതിരായ നിയമം തുടങ്ങിയ പരിവർത്തനപരമായ നടപടികളെയും മുൻപ് ഇത്തരത്തിൽ എതിർത്തിരുന്നതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പൗരത്വ ഭേദഗതി നിയമത്തെ ചൊല്ലി മുൻപ് രാജ്യത്ത് വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെട്ടുവെന്നും മാവോയിസ്റ്റ് അക്രമങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരപ്പെടുത്തപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വികസനത്തിലുണ്ടായ ചരിത്രപരമായ കാലതാമസത്തെക്കുറിച്ച് വിശദീകരിച്ച പ്രധാനമന്ത്രി അനിവാര്യമായ തീരുമാനങ്ങൾ എടുക്കാതെ മാറ്റിവെക്കുന്ന രീതി പിന്തുടർന്നത് കാരണം സ്വാതന്ത്ര്യാനന്തരം മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ മറികടക്കുന്ന സാഹചര്യമുണ്ടായെന്നും പറഞ്ഞു. അതിർത്തി തർക്ക പരിഹാരങ്ങൾ, OBC സംവരണം, സൈനികർക്കുള്ള ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി തുടങ്ങിയ സുപ്രധാന ദേശീയ തീരുമാനങ്ങൾ നടപ്പാക്കാതെ 40 വർഷത്തോളം വൈകിപ്പിച്ചുവെന്ന ഗുരുതര ആരോപണവും അദ്ദേഹം ആരോപിച്ചു. ഇത്തരത്തിലുള്ള അനിശ്ചിതത്വവും വഞ്ചനയും കാരണം ഇന്ത്യയിലെ തലമുറകൾ അഗാധമായി ദുരിതം അനുഭവിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രിയുടെ വിമർശനം. നിലവിലെ രാഷ്ട്രീയ പോരാട്ടം നിയമനിർമ്മാണത്തെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് അങ്ങേറ്റ നിഷേധാത്മകവും പരിഷ്കരണ വിരുദ്ധവുമായ മാനസികാവസ്ഥയ്ക്കെതിരെയുള്ള വിശാലമായ യുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ എല്ലാ സഹോദരിമാരും പുത്രിമാരും ഈ വിഷലിപ്തമായ മാനസികാവസ്ഥയ്ക്ക് അർഹമായ മറുപടി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബില്ലിന്റെ പരാജയം ഗവൺമെന്റിന്റെ വീഴ്ചയാണെന്ന വാദങ്ങൾ തള്ളിക്കറിഞ്ഞ പ്രധാനമന്ത്രി പ്രതിപക്ഷം ഈ നിയമനിർമ്മാണത്തെ പിന്തുണച്ചിരുന്നെങ്കിൽ അവർക്ക് ഇതിന്റെ പൂർണ്ണമായ ഖ്യാതി പരസ്യങ്ങളോട് നൽകാൻ തയ്യാറായിരുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. ഈ വിഷയം ഒരിക്കലും രാഷ്ട്രീയമായ ഖ്യാതി എടുക്കുന്നതിനെ കുറിച്ചായിരുന്നില്ല, മറിച്ച് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനെ കുറിച്ചായിരുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വനിതാ ശാക്തീകരണത്തോടുള്ള അചഞ്ചലമായ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച പ്രധാനമന്ത്രി ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമത്തിന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. പാർലമെന്റിൽ ആവശ്യമായ അംഗബലം ഇല്ലാതിരുന്ന
തുടർന്നിട്ടും തന്റെ ദൃഢനിശ്ചയത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ലെന്ന് അദ്ദേഹം അവർക്ക് ഉറപ്പ് നൽകി. ഈ നിയമനിർമ്മാണത്തിന്റെ പാതയിൽ ഭാവിയിൽ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ 100% സ്ത്രീകളുടെ അനുഗ്രഹത്തോടെ സർക്കാർ ഇതിൽ വിജയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പകുതിയോളം വരുന്ന ജനവിഭാഗത്തിന്റെ സ്വപ്നങ്ങൾക്കും രാജ്യത്തിന്റെ ഭാവിക്കുമായി ഈ സങ്കല്പം നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വനിതാ സംവരണ ബില്ലിനെ പിന്തുണയ്ക്കാതിരുന്നതിലൂടെ പ്രതിപക്ഷം വലിയ തെറ്റാണ് ചെയ്തതെന്നും ഇതിന്റെ പ്രത്യാഘാതം അവർ നേരിടേണ്ടി വരുമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷം ചെയ്ത തെറ്റിന് രാജ്യത്തെ സ്ത്രീകളോട് മറുപടി പറയേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. പാർലമെന്റിൽ 33% വനിതാ സംവരണം ഉറപ്പാക്കുന്നതിനുള്ള 131ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം ആവശ്യമായിരുന്നു. എന്നാൽ വ്യാഴാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച പുലർച്ചെ വരെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ നടന്ന വോട്ടെടുപ്പിൽ 298 പേർ മാത്രമാണ് ബില്ലിനെ അനുകൂലിച്ചത്. 230 എംപിമാർ ബില്ലിനെ എതിർത്തു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരാതിയുമായി കോൺഗ്രസ്. അദ്ദേഹം പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച രാത്രി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്നാണ് പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് ഉയർത്തുന്ന പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവും AICC അംഗവുമായ അനിൽ അക്കരെയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചാരണം ഉൾപ്പെടെയുള്ളവ നടത്തിയെന്നാണ് പരാതി പറയുന്നത്. ദൂരദർശനിലൂടെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിച്ചത്. ഈ സമയം അദ്ദേഹം രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക പ്രസംഗം രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തു, പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശിച്ചത്. വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടി. ഔദ്യോഗിക പ്ലാറ്റ്ഫോം രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കാൻ പ്രധാനമന്ത്രി ദുരുപയോഗം ചെയ്തുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ കോൺഗ്രസിനെ 59 തവണ പരാമർശിച്ചു. സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കാര്യമായി സംസാരിച്ചില്ല എന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടി. എന്തായാലും വനിതാ സംവരണ ബില്ല് അത് അംഗീകരിക്കപ്പെടില്ല, അല്ലെങ്കിൽ പാസ്സാക്കാൻ കഴിഞ്ഞില്ല. അത് വലിയൊരു തിരിച്ചടിയായി കേന്ദ്ര സർക്കാർ മാറിയിരിക്കുകയാണ്. ഇതിന് പിന്നിൽ, അതായത് വനിതാ സംവരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അതിന് പിന്നിൽ ഇതിലൂടെ ഒരു മണ്ഡല പുനർനിർണയം എന്ന ലക്ഷ്യം നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന ആരോപണം ശക്തമായി. ഇതാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ ഈ ബില്ലിനെ പിന്തുണയ്ക്കാതിരുന്നത്. പക്ഷേ അതിനെ വനിതകൾക്കെതിരെ കോൺഗ്രസ് പ്രവർത്തിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിനെ വാദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.